മനസ്സിലൊരു നമ്പരം. സ്റ്റോറി എസ് കെ വടക്കൻ. അന്നും അരുന്ധതി അതിരാവിലെ തന്നെ എഴുന്നേറ്റു. പക്ഷേ എന്തോ മനസ്സിനുള്ളിൽ വല്ലായ്മ. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടങ്ങിയതാണ്. പണികളെല്ലാം ഒരുവിധം ഒതുക്കിയിട്ട് തൻ്റെ 3 വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞിനെ ഒരുക്കി അംഗനവാടിയിലേക്ക് കൊണ്ടാക്കി കൊടുത്തിട്ട് മറ്റു ജോലികളിലേക്ക് പ്രവേശിച്ചു. ചേട്ടൻ ഗൾഫിലാണ്. മകളെ കണ്ടു പോയതാണ്. വരുതെന്ന് കത്തുണ്ടായിരുന്നു. കുറേ നാളെ പറഞ്ഞു തുടങ്ങിയിട്ട്. അറബിയോട് ലീവ് ചോദിച്ചിട്ട് കൊടുത്തിരുന്നില്ല. ഗൾഫുകാരുടെ കാര്യമല്ലേ, ഒന്നും നിശ്ചയമില്ല. അധികവും ലെറ്റർ വഴിയാണ് അറിയുന്നത്. അതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും കഴിയും കത്ത് കിട്ടുമ്പോൾ. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഒരു കാർ വന്നിരുന്നു. ചേട്ടൻ വന്നെന്ന് കരുതി ഓടി പുറത്തേക്ക് ചെന്നു. നോക്കുമ്പോൾ ചേട്ടന് പകരം ബന്ധുക്കളെയാണ് കണ്ടത്. എന്താണ് പതിവില്ലാതെ എന്ന് ചിന്തിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ആരോ അടക്കത്തിൽ പറയുന്നത് കേട്ടതാണ്. മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, സഹിക്കാതെ എന്ത് ചെയ്യും. അരുന്ധതി ഒന്നും മനസ്സിലാകാതെ നിൽക്കുമ്പോഴാണ് അമ്മ കരയുന്നത് കണ്ടത്. പിന്നെ ഒരു അലർച്ചയാണ് അവളിൽ നിന്ന് വന്നത്. അതോടെ കൂട്ടക്കരച്ചിലായി. ഇതിനിടയിൽ അരുന്ധതി താഴോട്ട് പതിച്ചു. ആരൊക്കെയോ താങ്ങി പിടിച്ച് പായലിരുത്തി. പിന്നെ അയങ്ങലടിയായി. കരച്ചിലും മറ്റുമായി വീട് മാറിക്കഴിഞ്ഞിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ അരുന്ധതിയുടെ മനസ്സ് കലുഷിതമായിരുന്നു. മുന്നോട്ടെങ്ങനെ ജീവിക്കും എന്നൊരു എത്തും പിടിയും ഉണ്ടായില്ല. 3 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിനെയും കൊണ്ട് എന്ത് ചെയ്യും എന്ന ആലോചനയായിരുന്നു. ബന്ധുക്കൾ സമാധാനിപ്പിച്ച് അവർ പോയി. ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന ചിന്തയിൽ വരെ അവളെത്തി. പക്ഷെ അവളുടെ മകളുടെ സുന്ദര മുഖത്തുള്ള ആ നിഷ്കളങ്കമായ ഭാവം കാണുമ്പോൾ വിങ്ങിപ്പൊട്ടി കരയുവാൻ മാത്രമേ അവൾക്കായുള്ളൂ. മകൾക്ക് 5 വയസ്സായതോടെ വീട്ടുകാരെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ അവൾക്കൊരു മടി തോന്നി. അങ്ങനെയാണ് ഒരു ബന്ധു പട്ടണത്തിൽ തുടങ്ങുന്ന സ്ഥാപനത്തിലേക്ക് ജോലിക്കായി പോകാൻ തീരുമാനിച്ചത്. ഓഫീസിലെ എല്ലാ ജോലികളും അവൾ ഓരോന്നായി ഏറ്റെടുത്തു തുടങ്ങി. കുറച്ച് നാളുകൾ കൊണ്ട് ജോലികളെല്ലാം സ്വായത്തമാക്കി നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. അരുന്ധതിയുടെ ബന്ധുവിൻ്റെ അനുജൻ കുറച്ച് പ്രായം ചെന്ന മനുഷ്യനാണ് മാനേജർ. ഓഫീസിൽ എപ്പോഴും ഇരുന്നിരുന്ന അയാളായിരുന്നു. അരുന്ധതിയുടെ ബന്ധു വന്ന് പോവുകയാണ് ചെയ്തിരുന്നത്. അവൾ ശ്രദ്ധിച്ചിരുന്നു. മാനേജർക്ക് അവളെ കാണുമ്പോൾ ഒരു ശൃംഗാരഭാവം. അവൾ അത് കാര്യമായി എടുത്തിരുന്നില്ല. തൻ്റെ സ്വന്തം ജോലികളിൽ മാത്രം ഒഴുകിയാണ് ജീവിച്ചിരുന്നത്. എന്നത്തെയും പോലെ ടിഫിനിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്ന വഴി മാനേജർ അവളുടെ അടുത്തെത്തി ഒരു വഷളം ചിരിച്ചിരിച്ചിട്ട് അവളെ ബലമായി തന്നിലേക്ക് അടുപ്പിക്കുവാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ കുതിറി മാറിയിട്ട് ഹരിശം കൊണ്ട് അയാളുടെ കവിളിൽ എല്ലാ ശക്തിയും എടുത്ത് ഒരടി വെച്ചു കൊടുത്തു. അവൾക്ക് തന്നെ മനസ്സിലായില്ല അത് സംഭവിച്ച കാര്യം. അവൾ തന്നെ ചേറി പോയിരുന്നു കരഞ്ഞു. താൻ ഒരിക്കലും വേറൊരു കല്യാണത്തെക്കുറിച്ചോ ഒരു പുതിയ ജീവിതത്തെക്കുറിച്ചോ ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. അവളുടെ ചിന്തകളിലെ എല്ലായ്പ്പോഴും മകളെക്കുറിച്ചും അവളെ നല്ല നിലയിൽ വളർത്തി വലുതാക്കുന്നതിനെ പറ്റിയുമായിരുന്നു. അവൾക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുറെ നേരം കരഞ്ഞു. അവൾ പൊരുതുവാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചു. ജോലി ഇവിടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത്, അതായിരുന്നു അരുന്ധതിയുടെ മനസ്സ്. മാനേജർ ജ്യേഷ്ഠമല്ലിയോട് സംസാരിച്ചെന്ന് അവൾക്കറിയാമായിരുന്നു. പക്ഷെ അയാൾ ഒരിക്കലും അവളോട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായില്ല. കാരണം അവളോട് എന്ത് സമാധാനം പറയുമെന്നായിരുന്നു അയാളുടെ ചിന്ത. അത് അരുന്ധതിയെ കുറച്ച് നിരാശപ്പെടുത്തിയെങ്കിലും അവൾ ആ ഓഫീസിൽ 10 വർഷത്തിൽ മുകളിൽ വീണ്ടും ജോലി ചെയ്തു. അവൾ സ്വയം ജോലി നിർത്തുന്നത് വരെ. ആ സംഭവം വർഷങ്ങൾക്കിപ്പുറവും അരുന്ധതിയുടെ മനസ്സിൽ മുൻകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓടിയെത്താറുണ്ട്. അത് മനസ്സിലൊരു